ഹായ്. ഞാനേ ഇന്നിപ്പോൾ ഉച്ചക്ക് 1:30 വിശന്നിട്ടാണ് ഞാൻ വന്ന് ചോറ് എടുക്കാൻ നോക്കിയപ്പോൾ ഇന്നലത്തെ കുറച്ച് ചോറ് ഫ്രിഡ്ജിലിരുന്നത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തിളപ്പിച്ചൊക്കെ എടുത്തപ്പോൾ ഇപ്പോൾ 2 മണിയാകാറായി. അപ്പോൾ ഞാനപ്പോൾ ഓർക്കാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാർ നമുക്ക് കൃത്യസമയത്ത് ഫുഡ് തരുന്ന കറി എല്ലാം റെഡിയാക്കി ഓൺ ദ ടേബിളിൽ ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ വീട്ടിലുണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. ഫുൾ ടൈം പഠനമായിട്ട് നടന്നിരുന്ന ആ കാലഘട്ടം. അന്ന് നമ്മുടെ അമ്മമാർ എപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഏത് ഏത് ഫുഡാണ്, അല്ലെങ്കിൽ തലേദിവസത്തെ ആണോ അന്നന്നത്തെ ഫുഡാണോ കഴിക്കുന്നത്, അതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. അതായത് എൻ്റെ വിചാരമാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നു, ഇത് കഴിക്കുന്നു, ആ ഒരു ഇതായിരുന്നു. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അടുക്കളയിലോട്ടൊക്കെ ചെന്ന് തുടങ്ങിയപ്പോഴാണ് പാചകമൊക്കെ പഠിച്ച് തുടങ്ങിയത് കേട്ടോ. അത് വേറെ കാര്യം. പഠിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ അമ്മ പാചകമൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ഞങ്ങളും അതങ്ങനെ കണ്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അമ്മ എടുക്കുന്ന ചോറെന്ന് പറയണത് മിക്കവാറും തലേ ദിവസത്തെ ചോറ് തിളപ്പിച്ച് ഊറ്റിയതായിരിക്കും. അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ ചോറ് എടുക്കാൻ ചിലപ്പോൾ അമ്മ പറയും, മോളെ ഈ കലത്തിലെടുക്കണ്ട കേട്ടോ, അപ്പുറത്തെ കലത്തിലെടുത്താൽ മതി, അത് ഇന്നലത്തെയാണ് എന്ന് പറയും, അത് അമ്മ കഴിച്ചോളാം, അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അത് അമ്മക്കുള്ളതേ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉണ്ടാവാറുള്ളൂ മിക്കവാറും. പിന്നെ ഞങ്ങൾ അംഗസംഖ്യയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചോറിൻ്റെ അളവും കൂടും. അപ്പോൾ അതനുസരിച്ച് ബാലൻസ് ചോറ് കൂടുതൽ വരാൻ ചിലപ്പോൾ ആരെങ്കിലും ഹസ്ബൻഡോ അനിയനോ ആരെങ്കിലും പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അവരുടെ ചോറൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതലുള്ളപ്പോൾ പിന്നെ ഞങ്ങളും അത് ശീലിക്കാൻ തുടങ്ങി. അമ്മ എടുത്താലും ചിലപ്പോൾ തീരില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ അറിയാതെ തന്നെ ആ കലത്തിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഈ അമ്മ എപ്പോഴും അതെ തലേന്ന് ദിവസത്തെ ചോറേ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും തലേന്ന് ദിവസത്തെ. ഇപ്പോൾ ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അമ്മ പറയും, അമ്മക്ക് ഇന്നലത്തെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അമ്മ അത് കഴിച്ചോളാം, നിങ്ങൾ ഇത് മുഴുവൻ എടുത്ത് കഴിച്ചോട്ടോ, ഇങ്ങനെ പറയും. അത് ഏത് ഫുഡിൻ്റെ കാര്യത്തിലും അമ്മ അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങളെപ്പോഴും അമ്മനെ വഴക്ക് പറയാറുണ്ട്, അമ്മ എന്തിനാണ് ഇപ്പോൾ ഒരിക്കലും ഈ തലേ ദിവസം എടുത്ത് കഴിക്കുന്നത്, അതിനിപ്പോൾ വെറുതെ അതങ്ങോട്ട് കളഞ്ഞേക്ക് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി. ഇപ്പം ഞങ്ങൾ വീട് വെച്ചു, മാറി താമസിച്ചു, ഞാനൊരു വീട്ടമ്മയായി. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് അമ്മ അതങ്ങനെ ചെയ്തിരുന്നത്. കാരണം എന്ന് വെച്ചാൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഒരു വീടാകുമ്പോൾ അടുക്കളയിൽ ബാക്കി ഉണ്ടാകും. അത് ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കിയിട്ട് കളയുക എന്ന് പറയണത് അതെനിക്ക് ഇത്തിരി വിഷമമുള്ള കാര്യമാണ്. പൊതുവെ അങ്ങനെയാണ് ഞാൻ. പിള്ളേർക്കാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ബാക്കി ഉണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡ് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ പറയും ഇത് എനിക്ക് ഇത്രയും മതി, ഇത് മാറ്റിക്കോ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പക്ഷേ കുറച്ചെങ്ങാനും കുറവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അന്ന് എല്ലാവർക്കും രണ്ടാമതൊക്കെ ആവശ്യം ഉണ്ടാവും. അങ്ങനെയാണ് പൊതുവേ. കുറച്ച് കുറഞ്ഞു പോയാൽ അന്നത്തെ ദിവസം എന്തായാലും ചോറുണ്ടാകും നിൽക്കും. അപ്പോൾ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് എപ്പോഴും ഇടാറുണ്ട്. അതുകൊണ്ട് മിക്ക ദിവസവും ഉച്ചയ്ക്ക് എനിക്ക് തലേ ദിവസം ചോറായിരിക്കുള്ളൂ തിളപ്പിച്ചൂറ്റി ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വയറിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ കമൻറ്റ് ചെയ്യണേ.